ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് നമുക്ക് ആവശ്യമായി ചിക്കൻ എടുക്കാം. ഞാനിവിടെ എല്ലാ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിനാവശ്യമായ സ്പൈസസ് നോക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, യോഗട്ട്, കുറച്ച് കട്ടിയുള്ള തൈര് എടുക്കുക. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി, ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ തൈര്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാക്കുക. പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചിടുക. കുറച്ച് ആവശ്യത്തിന് തൈരിൻ്റെ പൊടി കുറവാണെച്ചെങ്കിൽ സുർക്ക ചേർക്കുക. പിന്നെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി കൈവച്ച് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്ന നന്നായി കുഴക്കുന്ന അതിനനുസരിച്ച് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടും. നന്നായി മിക്സ് ചെയ്യുക. സുർക്ക ഒഴിക്കുമ്പോൾ നോക്കണം കേട്ടോ, തൈരിനനുസരിച്ച് പൊടിയനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കുക. ചിക്കൻ പൊരിക്കാനുള്ള ആവശ്യമായ ഓയിൽ ഒഴിക്കുക. പിന്നെ ഓയിൽ ചൂടാകുമ്പോൾ ചിക്കൻ പൊരിക്കാനുണ്ട്. അത് നല്ല ഹൈ ഫ്ലെയിമിലാവേണ്ട, നല്ല ലോ ഫ്ലെയിമിലാവേണ്ട. ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. നന്നായി മുരിയും വേണ്ട, എന്നാൽ പകുതി വേവില്ല. അങ്ങനത്തെ വേവിലാകുമ്പോൾ അത് മറിച്ചിടണം. നമുക്കത് മറിച്ചിടാം. പിന്നെ ആദ്യ ട്രിപ്പ് കഴിഞ്ഞു, നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടു. ഇപ്പോൾ 2 ട്രിപ്പും കഴിഞ്ഞ് നമുക്കൊരു പാന് വയ്ക്കാം. അപ്പോൾ ചിക്കന് നമ്മളെടുത്ത ഓയിൽ തന്നെ ബാക്കിയുള്ള ഓയിൽ ആ പാനിക്ക് ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ 2 സവോള അരയ്ക്കുക. മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ നന്നായി പേസ്റ്റാക്കി അരയ്ക്കുക. അത് എന്നിട്ട് ഈ ഓയിൽ ചൂടാകുമ്പോൾ ആ 2 സവോള പേസ്റ്റാക്കിയത് ഓയിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് നന്നായി ഇങ്ങനെ മൂത്ത് വരില്ല, നന്നായി ഇങ്ങനെ മിക്സായി കുറച്ച് നേരം ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇളക്കുക, 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിടുക. നന്നായി മിക്സ് ചെയ്യുക, നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടുക. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം, ഒരു 1/2 ടീസ്പൂൺ. അത് നിങ്ങളുടെ ചിക്കനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ നന്നായി മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഇടുക. ചിക്കൻ നന്നായി മിക്സ് ആക്കുക. ചിക്കൻ നന്നായി മിക്സ് ആക്കിയിട്ട് മറക്കരുത്, അര ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അങ്ങനെ ഇട്ടാൽ മതി, ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. ചിക്കൻ നന്നായി മിക്സ് ആക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. നന്നായി മിക്സ് ആക്കുക. പിന്നെ കുറച്ച് തൈര് ഒഴിക്കുക, ആവശ്യത്തിന് തൈര് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ 2-3 ടീസ്പൂണാണ് തൈര് ഒഴിച്ചേക്കുന്നത്. തൈര് ഒഴിച്ച് നന്നായി മിക്സ് ആക്കുക. തൈര് ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് അപ്പോൾ കുറച്ച് പുളി ചേർന്നിട്ടുണ്ടാവില്ല, അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആവശ്യമാണ്. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ആഡ് ആക്കണം. അപ്പോൾ വീണ്ടും ചില്ലി ഫ്ലേക്സ് ആഡ് ആക്കുക. വീണ്ടും ചില്ലി ഫ്ലേക്സ് ആക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതോടെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഫിനിഷായി.
നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് നല്ലൊരു ബൗളിലേക്ക് അത് മാറ്റാം. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അലങ്കാരത്തിനൊരു വേപ്പിൻ്റെ ഇലയും വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ടൊമാറ്റോ സോസ് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.